ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രശേഖരൻ ഇപ്പോ തൊഴുകയ്യായി കണിമംഗലത്ത് കയറി വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് അവസാനിച്ചില്ല, ബാക്കി കൂടി വരുണും രാധികയും ഒന്ന് കണ്ടു നോക്ക്. ശരി. എനിക്കിനി തനിച്ചു പിടിച്ചു നിൽക്കാനാവില്ല. ഏട്ടനെ കാണാനാ ഞാൻ വന്നേ. ചെറിയച്ച, അച്ഛനോട് പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കണം. എന്താ ചന്ദ്രശേഖര, ഇവിടെയൊക്കെ പരിചയമുണ്ടോ നിനക്ക്? അല്ല, കൊറേ നാളായിട്ട് കാണാത്തതുകൊണ്ട് ചോദിച്ചതാ. ഏട്ടൻ എവിടെ അമ്മേ? എന്താ നിനക്കൊരു തളർച്ച പോലെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? പ്രശ്നമുണ്ട്, അതുകൊണ്ടാ ചന്ദ്രേട്ടൻ ഏട്ടനെ കാണാൻ വന്നേക്കുന്നെ. എന്താടാ, നിന്റെ തിരക്കുകളൊക്കെ അവസാനിച്ചോ? ഏട്ടാ, എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും കൂടി ചന്ദ്രേട്ടനെ ദ്രോഹിക്കുക. ആ ഫിദ മാഡം രാധികയ്ക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നില്ലേ, ആരതി വർമ്മ? പ്രിയങ്കയെ കൊന്നത് ചന്ദ്രേട്ടനാണെന്നും പറഞ്ഞ് നടക്കുക ആ പെണ്ണ്. അങ്ങനെ ഒരാൾക്ക് വെറുതെ വിളിച്ചു പറയാൻ പറ്റുമോ? ഏട്ടത്തി, നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. രാധികയും വരുണും സൂര്യയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടപ്പോ അവരെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നത് സത്യമാ. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടുമെന്ന് ഞാൻ കരുതിയില്ല. അവളുടെ ബോഡി സംസ്കരിച്ചവരാ വരുണും രാധികയും. രാധികയുടെയും വരുണിന്റെയും പേരിൽ ഒരു കുറ്റവും ഇല്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? അവനെ സംശയിച്ചതും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ഈ വീടിന്റെ അകത്തുനിന്നല്ലേ? അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? കോടതിക്ക് സത്യം ബോധ്യമായതുകൊണ്ടല്ലേ അവരെ വിട്ടത്? അതുവരെ അവര് ജയിലിൽ കിടന്നല്ലോ. എല്ലാ തെറ്റും കൂടി എന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ കൊലപാതകയാക്കാനാ മറ്റുള്ളവർ ശ്രമിക്കുന്നത്. ഏട്ടൻ എന്നെ രക്ഷിക്കണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഏട്ടൻ ആ പോലീസുകാരെ ഒന്ന് വിളിക്കേ. ആ ആരതി വർമ്മ പറയുന്ന കേട്ടിട്ട് തീരുമാനമൊന്നും എടുക്കില്ലെന്നൊന്ന് പറയേ. അച്ഛൻ എന്തോന്നും മിണ്ടാതിരിക്കുന്നെ? നമ്മുടെ മുമ്പിൽ നിന്ന് ചെറിയച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാ അതൊരു നിസ്സാര കാര്യമാണോ? മുത്തശ്ശി ഒന്ന് അച്ഛനോട് പറ. ഞാൻ പറയില്ല. വരുണിന്റെ പേരിൽ കുറ്റം ചാർത്തപ്പെട്ടപ്പോ പരമേശ്വരൻ എടുത്ത ഒരു നിലപാടുണ്ട്. തെറ്റ് ചെയ്തവരോട് കാരുണ്യം കാണിക്കില്ല. അതേ നിലപാട് ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ പരമേശ്വര? എന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല അമ്മേ. ചന്ദ്രശേഖരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചന്ദ്രശേഖരൻ ശിക്ഷിക്കപ്പെടണം. ചന്ദ്രേട്ടാ, ഇത് എല്ലാവരും കൂടി കരുതി കൂട്ടിയെടുത്ത തീരുമാനാ. ഇവരുടെ ഭാഗത്തുനിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചന്ദ്രേട്ടൻ ഇവിടെ നിൽക്കണ്ട. ഉർവശി, എന്റെ മോനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നു കാഴ്ചക്കാരിയായിട്ട്. രാധികയെ ആറ്റുവാശ്ശേരിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് ആസ്വദിക്കാനും നീ ഉണ്ടായിരുന്നു. പ്രിയങ്കയെ ആര് കൊന്നു എന്നതിന് ഉത്തരം വേണം എന്ന് തന്നെയല്ലേ നമ്മളും പറയുന്നത്? പോലീസുകാർ വരട്ടെ, അവര് കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്താന്ന് പറയട്ടെ. അതിനുശേഷം തീരുമാനിച്ച മതി ബാക്കിയൊക്കെ. എല്ലാവരുടെയും തനിനിറം എനിക്ക് ബോധ്യപ്പെട്ടു. എടത്തി,
അസലായിട്ടുണ്ട്. എന്നെ ഒഴിവാക്കാൻ കിട്ടിയ ഒരു അവസരം ഏട്ടത്തി ഉപയോഗിക്കുന്നത് എന്തെന്നറിയോ? കണിമംഗലത്തെ അവകാശങ്ങൾ ചോദിക്കാൻ ഞാനും എന്റെ കുടുംബവും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നിനക്കിവിടെ എന്തവകാശാടാ ഉള്ളത്? എല്ലാം കണക്ക് പറഞ്ഞ് എഴുതി വാങ്ങിച്ചു പോയിട്ട് നശിപ്പിച്ച് തിരിച്ചു വന്നതല്ലേ നീ? പരമേശ്വരന്റെ ദയവ് കൊണ്ടാ എല്ലാവരും ഇവിടെ കഴിയുന്നേ. അല്ലെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ട് എന്നേ അടിച്ചു പുറത്താക്കേണ്ടതാ നിന്നെ നിന്റെ കുടുംബത്തിനെ. ഇക്കാര്യത്തിൽ കൂടുതൽ ആരും സംസാരിക്കാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കും, അതാരായാലും. ആ രാധിക. ആ മാഡം. മാഡോ? ഏത് മാഡം? ചേച്ചിന്ന് വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞേ? ഷോ ചേച്ചി, ഇവിടെ ചെറിയച്ഛൻ വന്നിട്ടുണ്ട്. ആര്? മിസ്റ്റർ കണിമംഗലം ചന്ദ്രശേഖരനോ? അതെ, ചെറിയച്ഛനെ പോലീസ് അന്വേഷിക്കാണെന്ന് പറഞ്ഞ് ഇവിടെ വല്ലാത്ത പ്രശ്നം. പോലീസ് അന്വേഷിക്കുന്നു പറയുന്നതിന് ചന്ദ്രശേഖരൻ പേടിക്കേണ്ട കാര്യം എന്താ? തെറ്റ് ചെയ്താലല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അല്ല ചേച്ചി, ഞങ്ങളൊക്കെ കൂടി ചെറിയച്ഛനെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുകയാണെന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിൽ അതിശക്തമായ നിയമമുണ്ട്. അത് നടപ്പിലാക്കുന്ന കോടതികളുണ്ട്. കോടതി ഒരു തീരുമാനം എടുത്ത് പോലീസിനെ കൈമാറിയ അവരവരുടെ ഡ്യൂട്ടി ചെയ്യും. അത്രയുള്ളൂ. ഹലോ വരുണ. ആ വരുൺ, പറയൂ. ചെറിയച്ഛന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പ്രിയങ്കയുടെ കൊലപാതകത്തില് പോലീസ് ചെറിയച്ഛനെ സംശയിക്കുന്നുണ്ടെന്നാ. അത് സത്യമാണോ? വരുൺ, പ്രിയങ്കയുടെ കൊലപാതക കേസ് ചന്ദ്രശേഖരൻ നിങ്ങൾ രണ്ടുപേരെ കുടുക്കാൻ വേണ്ടി കളിച്ച കളികൾ വളരെ വ്യക്തമായി വരുണിനും അറിയാം, സൂര്യയ്ക്കും അറിയാം. അത്തരം ഒരു ഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന് ഒറ്റിക്കൊടുക്കാൻ ചന്ദ്രശേഖരൻ തയ്യാറാവണമെങ്കിൽ ആ ക്രൈമിൽ അയാൾക്ക് എന്തെങ്കിലും പങ്ക് കാണില്ലേ? ഞാനും എന്റെ ടീമും അതിന്റെ അന്വേഷണത്തിലാ. ആ അന്വേഷണത്തിന്റെ ഫല ചന്ദ്രശേഖരനെ ഇപ്പോ തൊഴുകയ്യായി കണിമംഗലത്ത് കയറി വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് അവസാനിച്ചില്ല. ബാക്കി കൂടി വരുണും രാധികയും ഒന്ന് കണ്ടു നോക്ക്. ശരി.